നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാമതും പ്രധാനമന്ത്രിയായതിനു ശേഷം G7 ഉച്ചകോടിക്കായുള്ള ആദ്യ വിദേശയാത്ര ഇറ്റലിയിലേക്കായിരുന്നു. അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ സമൂഹമാധ്യമ പരാമർശം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. നെവർ ഐ ഹാവ് ബീൻ സോ ഹാപ്പി എന്നായിരുന്നു. അതിലെ രാഷ്ട്രീയം എന്താകും എന്ന പലവിധ ചർച്ചകൾക്കൊടുവിൽ അത് ഒരു മെലഡി എഫക്റ്റോടെ പുറത്തു വന്നിരിക്കുകയാണ്. അഗസ്ത വെസ്റ്റ്ലാൻഡ് ഇടപാടുമായി ബന്ധപ്പെട്ട് സോണിയ തന്റെ ഇറ്റാലിയൻ ബന്ധം ഉപയോഗിച്ച് രഹസ്യമാക്കി വെച്ച കോടതി വിധിയുടെ പകർപ്പ് ഇറ്റലി സർക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൈമാറുകയായിരുന്നു. ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു. നെഹ്റു കുടുംബം പ്രതിക്കൂട്ടിലാകുമോ? സോണിയയെ ഇറ്റലി കൈവിട്ടു. ഇതോ മെലഡി എഫക്റ്റ്? ഇന്ന് ചർച്ചയിൽ നമ്മോടൊപ്പം അതിഥികളായി ചേരുന്നവർ BJP പ്രതിനിധിയായി ശ്രീ KVS ഹരിദാസ്, റിട്ടയർഡ് കേണൽ ശ്രീ S ഡിന്നി, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ് എന്നിവരാണ്. ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് അഗസ്റ്റ വെസ്റ്റ്ലാൻഡുമായി ബന്ധപ്പെട്ട നാൾ വഴികൾ കൂടി നോക്കാം. നാട്ടിലെ നിയമങ്ങൾ തന്നെ അട്ടിമറിച്ച് നടത്തുന്ന തേർഡ് ഓർഡർ അഴിമതിയുടെ ഉത്തമ ഉദാഹരണമാണ് അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കോഴ. അഴിമതിക്കായി ഹെലികോപ്റ്ററുകളുടെ പ്രവർത്തനക്ഷമതാ മാനദണ്ഡങ്ങൾ പോലും മാറ്റം വരുത്തി. 6000 മീറ്റർ ഉയരത്തിൽ കാര്യക്ഷമമായി പറക്കാനാകുന്ന ഹെലികോപ്റ്ററുകൾ വാങ്ങാനായിരുന്നു നിർദ്ദേശം. പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും ഉൾപ്പെടെ സഞ്ചരിക്കാനാണ് ഹെലികോപ്റ്ററുകൾ വാങ്ങാൻ ഉദ്ദേശിച്ചത്. 4500-ലേറെ മീറ്റർ ഉയരത്തിൽ മാത്രമേ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്ററുകളെ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കാനാകൂ. ഈ കടമ്പ മറികടക്കുന്നതിന് വ്യോമസേന മേധാവിയായിരുന്ന SP ത്യാഗി മാനദണ്ഡങ്ങളിൽ കുറവ് വരുത്തി 6000 മീറ്റർ എന്നത് 4500 മീറ്ററാക്കി ചുരുക്കി. ഈ നീക്കത്തിലൂടെയാണ് അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതി ആരംഭിക്കുന്നത് തന്നെ. ടെൻഡറിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയതോടെ പണമിടപാടുകളും നടന്നുവെന്നാണ് വിവരം. ഇടപാടിൽ ഇടനിലക്കാരനായിരുന്ന ക്രിസ്റ്റ്യൻ മൈക്കിൾ ദുബായിൽ അറസ്റ്റിലായി. 2018 മൈക്കലിനെ ഭാരതത്തിലെത്തിച്ചുവെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. SP ത്യാഗിയും സഹോദരനും കേസിൽ അറസ്റ്റിലാവുകയും ചെയ്തു. ഇവിടെ നിന്നാണ് വലിയ അഴിമതിയുടെ ചുരുളുകൾ അഴിയുന്നത്. 2010 UPA സർക്കാർ 12 അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് AW101 ഹെലികോപ്റ്ററുകൾ വാങ്ങാനുള്ള കരാർ ഒപ്പുവെച്ചു. 3600 കോടി രൂപയുടേതായിരുന്നു ഇടപാട്. 2012 തന്നെ അഴിമതി ആരോപണങ്ങളും പുറത്തുവരാൻ തുടങ്ങി. ഇറ്റലിയിൽ തന്നെയാണ് അഴിമതി കണ്ടെത്തിയത്. ഇന്ത്യൻ വ്യോമസേനയുമായുള്ള ഇടപാടിൽ കോഴപ്പണം നൽകിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് CEO ബ്രൂണോ സ്പെഗോളിനി അറസ്റ്റിലായി. അഴിമതി ആരോപണം ഉയർന്നതിനെ തുടർന്ന് 2014 ഹെലികോപ്റ്റർ വാങ്ങാനുള്ള കരാർ ഇന്ത്യ റദ്ദാക്കി. ഇടനിലക്കാരൻ ക്രിസ്റ്റ്യൻ മൈക്കിളിനെ അഴിമതി ഇടപാടിൽ ദല്ലാളാകുന്നതിന് $42.27 മില്യൺ ലഭിച്ചുവെന്ന് CBI സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഇടപാടിൽ അഴിമതി നടന്നുവെന്ന കേസുകൾ ഇറ്റലിയിൽ തുടരുകയും ചെയ്തു. തുടർന്നുണ്ടാകുന്ന കേസിലെ പുരോഗതി ഇക്കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇറ്റാലിയൻ സർക്കാർ നൽകിയ വിധിപ്പകർപ്പിലുള്ള വിവരങ്ങളാണ്. 225 പേജുള്ള വിധിപ്പകർപ്പിൽ 194 പേജിൽ സോണിയാഗാന്ധിയുടെ പേര് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ സ്വാധീനമുള്ളൊരു കുടുംബത്തിന് കോഴ നൽകിയെന്നും കോടതി രേഖകളിൽ വ്യക്തം. കോൺഗ്രസ് നേതാവ് അഹമ്മദ് പട്ടേലിനെയും കോടതി വിധിയിൽ പരാമർശിക്കുന്നു. 2013 പുറത്തുവന്ന വിധി ഭരണത്തിലിരുന്ന UPA സർക്കാർ സോണിയയുടെ ഇറ്റലിയിലെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് മൂടിവെക്കുകയായിരുന്നു. അഗസ്റ്റ വെസ്റ്റ്ലാൻഡിന്റെ പിന്നീട് വന്ന CEO ആയ ഗിസപ്പെ ഓർസി കോഴപ്പണം കൈമാറിയതായി കോടതിയിൽ മൊഴിയും നൽകി. AICC ജനറൽ സെക്രട്ടറി ആയിരുന്ന ഓസ്കാർ ഫെർണാണ്ടസിന്റെയും മുൻ സുരക്ഷാ ഉപദേഷ്ടാവ് MK നാരായണന്റെയും പേരുകൾ വിധിന്യായത്തിൽ പരാമർശിക്കുന്നു. 16 ദശലക്ഷം യൂറോ കോഴപ്പണമായി കൈമാറിയെന്ന് കണ്ടെത്തിയതായും വിധിന്യായത്തിൽ പറയുന്നുണ്ട്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡിന്റെ ഹോൾഡിംഗ് കമ്പനി ഫിൻ മെക്കാനിക്കയും കോഴ നൽകിയ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് കോടതി വ്യക്തമാക്കുന്നുണ്ട്. ഈ വിധിപ്പകർപ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഔദ്യോഗികമായി കൈമാറിയിരിക്കുന്നത്. തെളിവുകളുടെ രേഖകളും തുടർ കരാറുകളുടെ ഭാഗമായി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്തരത്തിൽ രേഖകൾ ലഭിക്കുന്നതോടെ എൻഫോഴ്സ്മെന്റ് ഉൾപ്പെടെ വിഷയത്തിൽ കാര്യക്ഷമമായി ഇടപെടും. തുക കൈമാറ്റം ചെയ്തുവെന്ന് വ്യക്തമാക്കി നേരത്തെ തന്നെ കേസെടുത്തിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ്. വിധിപ്പകർപ്പിലെ വിവരങ്ങൾ കൂടി ലഭിക്കുന്നതോടെ പണം എവിടെ പോയി എന്ന് കൃത്യമായി കണ്ടെത്താനുള്ള അന്വേഷണങ്ങൾ ആരംഭിക്കാനാകും. അന്താരാഷ്ട്ര പണമിടപാടായതിനാൽ തന്നെ വിശാലമായ അന്വേഷണം സംഭവത്തിൽ അനിവാര്യവുമാണ്. ന്യൂസ് ഡെസ്ക്, ജനം. ചർച്ചയിലേക്ക് അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീ KVS ഹരിദാസ്,
ഈ ചർച്ചയിൽ കോൺഗ്രസിന്റെ പ്രതിനിധികൾ ആരും പങ്കെടുക്കുന്നില്ല. അവരോട് വിഷയം അവതരിപ്പിച്ചപ്പോൾ അവർ നൽകിയ മറുപടി എന്ന് പറയുന്നത് ഇത് മറ്റു മാധ്യമങ്ങളൊന്നും ചർച്ചയ്ക്ക് എടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഈ വിഷയത്തിൽ താല്പര്യമില്ല ജനം ടിവിയോട് പ്രതികരിക്കാനെന്നാണ്. ജനം ടി വി പക്ഷേ ഇത് വിഷയമായി തന്നെ എടുക്കുന്നു. വരും ദിവസങ്ങളിൽ മറ്റ് മാധ്യമങ്ങളും ഇത് ചർച്ചാ വിഷയമാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അത്രത്തോളം ഗൗരവതരം തന്നെയാണ്. എന്തായാലും കോൺഗ്രസ് ഇതേതു രീതിയിലായിരിക്കും പ്രതിരോധിക്കുക? കാരണം നിർണായക തെളിവുകളടക്കം ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ കയ്യിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. 2013 സോണിയ ഇറ്റലി ബന്ധം ഉപയോഗിച്ച് മറച്ചുവെച്ച രേഖകളാണ് ഇപ്പോൾ ഭാരതത്തിന്റെ കൈവശം എത്തിയിരിക്കുന്നത്. ഇതേതു രീതിയിലായിരിക്കും ഈ പ്രമുഖ കോൺഗ്രസ് കുടുംബത്തെയും അവർക്ക് ഒത്താശ ചെയ്ത രാഷ്ട്രീയ ഇടനിലക്കാരെയും ഒപ്പം ഇതിൽ ഭാഗഭാക്കായ ഉദ്യോഗസ്ഥ വൃന്ദത്തെയും ബാധിക്കുക? ഇതൊരു സുപ്രധാന ഘട്ടമാണ് ഈ അഴിമതിയുടെ കാര്യത്തിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മളൊക്കെ കണ്ടും കേട്ടും വരുന്ന ഒരു സംഭവമാണ്. നിങ്ങളുടെ റിപ്പോർട്ടിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തെ പ്രധാനപ്പെട്ട വ്യക്തികൾക്ക്, പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും VIP-മാർക്കും ഒക്കെ രാജ്യത്ത് സഞ്ചരിക്കാൻ ആധുനികമായ ഹെലികോപ്റ്ററുകൾ വേണം എന്നുള്ള നിർദ്ദേശം ആദ്യം ഉയർന്നത് വാജ്പേയി സർക്കാരിൻ്റെ കാലത്താണ്. അന്ന് ഇന്ത്യൻ എയർഫോഴ്സുമായിട്ടും മറ്റു വിദഗ്ധന്മാരുമായിട്ടൊക്കെ ആലോചിച്ചിട്ട് 6000 അടി ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന വിമാനം വേണം എന്ന് തീരുമാനിച്ചിരുന്നു. ഈ 6000 അടി എന്ന് തീരുമാനിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം സിയാച്ചിനിൽ പോലും നമുക്ക് എത്തിപ്പെടാൻ പ്രയാസമില്ലാതെ എത്തിപ്പെടാൻ കഴിയണം. മലനിരകളിൽ നമുക്ക് VIP-മാരുടെ യാത്ര മാത്രമല്ല, മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ഇത് ഉപയോഗിക്കാൻ കഴിയണം. അതുകൊണ്ടാണ് അത് എയർഫോഴ്സിനെ ഏൽപ്പിക്കാനും തീരുമാനിച്ചത്. പക്ഷേ വാജ്പേയി ഗവൺമെൻറ് കാലത്ത് അതിൻ്റെ പർച്ചേസോ ഡീലുകളോ ഒന്നും നടന്നില്ല. UPA വന്ന സമയത്ത് ആ ഫയൽ പൊക്കിയെടുത്ത് അവരതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. അന്നാണ് ഓഗസ്റ്റ വെസ്റ്റ്ലാൻഡ് രംഗപ്രവേശം ചെയ്യുന്നത്. അവർക്ക് 6000 അടി മീറ്റർ ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന വിമാനങ്ങളില്ല. അപ്പോൾ അവർ 4500 മീറ്റർ എന്നുള്ള ഒരു സംവിധാനം കൊണ്ടുവന്നു, അല്ലെങ്കിൽ നിയന്ത്രണം കൊണ്ടുവന്നു. പിന്നീട് ഈ കേസ് ഫയൽ പരിശോധിച്ചാൽ അറിയാം, നമ്മുടെ ഡൽഹിയിലെ ഉദ്യോഗസ്ഥന്മാർ ഓഗസ്റ്റ വെസ്റ്റ്ലാൻഡിന് ഈ കരാർ കൊടുക്കാൻ, ഈ ഓർഡർ കൊടുക്കാൻ ആവശ്യമായ വിധത്തിൽ നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. ആദ്യം ഉണ്ടായിരുന്ന ഈ എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർ, മേധാവിമാരൊക്കെ അതിനെ എതിർത്തു. അതും റെക്കോർഡിലുണ്ട്. പിന്നീട് SP ത്യാഗി എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ തലവനായിട്ട് വന്നതിന് ശേഷമാണ് ഈ ധാരണാപത്രം ഉണ്ടാകുന്നത്. 4500 മതിയെന്ന് അദ്ദേഹം സർട്ടിഫൈ ചെയ്യുന്നു. ഇപ്പോൾ കേസിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കൾ ഉൾപ്പെടെ, ഡിഫൻസ് പർച്ചേസിൻ്റെ ചുമതലയുള്ള സെക്രട്ടറി ഉൾപ്പെടെ ഇൻവോൾവ് ആയിട്ടുണ്ട്. അത് മുഴുവൻ പുറത്തു വന്നിട്ടുണ്ട്. ഇവിടുത്തെ പ്രശ്നം അതൊന്നുമല്ല. ഈ കോൺഗ്രസിൻ്റെ തലപ്പത്തുള്ള കുടുംബമുണ്ടല്ലോ, അവർ അഴിമതിയുടെ മൂർത്തിമൽ പാവങ്ങളാണ് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടെന്ന് ഇനി പറയാൻ കഴിയില്ല. ഓഫീസിൻ്റെ കാലത്ത് നമ്മൾ കണ്ടതാണ്. ഇതേപോലെ ഒരു രഹസ്യ ഇടപാടായിരുന്നു. പക്ഷേ അത് ആരോരും അറിയാതെ ഒരു റേഡിയോ, സ്വിസ് റേഡിയോയുടെ സന്ദേശത്തിലൂടെയാണ് അതന്ന് പുറത്തു വന്നത്, ലോകമറിഞ്ഞത്. അവസാനം രാജീവ് ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതത്തിന് അറുതി വരുത്തുന്ന നിലയിലേക്ക് അത് കൊണ്ടുചെന്ന് എത്തിച്ചു. കോൺഗ്രസ്സുകാർ മുഴുവൻ നട്ടം തിരിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അഴിമതി ആരോപണങ്ങൾ കൊണ്ട്. അതിനൊക്കെ ശേഷവും ഈ കൂട്ടര്, ഇതേ കുടുംബം ഏതെല്ലാം വിധത്തിൽ പണം ഉണ്ടാക്കാമോ അതിനൊക്കെ ശ്രമിച്ചു എന്നതിനുള്ള പുതിയ സാക്ഷ്യപത്രമാണ് ഓഗസ്റ്റ വെസ്റ്റ്ലാൻഡ്. ഇതിൽ ഇറ്റാലിയൻ കോടതിയിലൊരു കേസ് വന്നു എന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ ഇറ്റലിയിലെ നിയമം അനുസരിച്ച് കോഴ കൊടുക്കുന്നത് തെറ്റാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ കേസെടുത്തത്. ആ കേസിൽ 2 കോടതികളെ സമ്മതിച്ചു, തെറ്റ് പറ്റിയിട്ടുണ്ട്, കോഴ കൊടുത്തിട്ടുണ്ട്, ശിക്ഷിച്ചു. പിന്നീടാണ് രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായത്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ഇറ്റലിയിൽ ഉണ്ടായത്. ഇറ്റലിയുമായിട്ടുള്ള നമ്മുടെ ഈ പറയുന്ന കുടുംബത്തിൻ്റെ ബന്ധങ്ങളും നമുക്കറിയാലോ. അതെ.
അവസാനം ഇറ്റാലിയൻ ഗവൺമെൻറ്റും അവിടുത്തെ കോടതിയും ചേർന്ന് അനിതര സാധാരണമായ ഒരു ഉത്തരവിറക്കി. സാധാരണ കോടതിയുടെ ജഡ്ജ്മെൻറ്റ്സ് ഒക്കെ പബ്ലിക് ഡൊമൈനിലുള്ളതാണ്. ഇറ്റ്സ് എ പബ്ലിക് ഡോക്യുമെൻറ്റ്. അത് ലോകമെമ്പാടും ഒരേ നിലപാടാണ് അക്കാര്യത്തിൽ. പക്ഷേ ഈ പർട്ടിക്കുലർ ജഡ്ജ്മെൻറ്റ് പുറത്ത് പോയിക്കൂടാ. അത് ഫ്രീസ് ചെയ്യാനുള്ള തീരുമാനം കോടതിയെ കൊണ്ട് എടുപ്പിച്ചു. അതിൻ്റെ പിന്നിൽ അന്നത്തെ ഇറ്റാലിയൻ ഗവൺമെൻറ് ആയിരുന്നു. കാരണം ആ ജഡ്ജ്മെൻറ്റിൽ സോണിയാഗാന്ധിയുടെയും അഹമ്മദ് പട്ടേലിൻ്റെയും ഉൾപ്പെടെ പേരുകളുണ്ടായിരുന്നു. മൻമോഹൻ സിംഗിൻ്റെ സുരക്ഷാ ഉപദേഷ്ടാവായിരുന്ന MK നാരായണൻ്റെയും ഒക്കെ പേരുകളുണ്ടായിരുന്നു. അത് പുറത്തു വന്നാൽ ഉണ്ടാകാവുന്ന കോലാഹലം പ്രതീക്ഷിച്ചിട്ടാണ് ഇത്തരം നികൃഷ്ടമായ നടപടികളിലേക്ക് അവർ പോയത്. ഇപ്പോൾ നരേന്ദ്രമോദി പുറത്തു കൊണ്ടുവരാൻ പോയിട്ടുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടെന്ന് നമ്മളൊക്കെ വിചാരിക്കുന്നത്, ആ ജഡ്ജ്മെൻറ്റും അതിനോടനുബന്ധമായ രേഖകളുമാണ്. എങ്ങനെയാണ് ആ കോടതി ഈ കോഴ കൊടുത്തു, അഴിമതി നടന്നു എന്ന് നിലവിൽ ഒരു നിലപാടിലേക്ക് എത്തിയത് എന്ന് കാണിക്കുന്ന രേഖകൾ സഹിതമാണ് ഇപ്പോൾ മോഡിയുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് എന്ന് വിശ്വസിക്കാനാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന കോളിളക്കം അത് പറഞ്ഞറിയിക്കുക വയ്യ എന്നതേ ആദ്യ റൗണ്ടിൽ എനിക്ക് പറയാനുള്ളൂ. അതെ, തീർച്ചയായും. ശ്രീ എസ് ഡെന്നി, ഇവിടെ പ്രതിരോധ വകുപ്പിന്റെ മാനദണ്ഡമാണ് ലംഘിച്ചിരിക്കുന്നത് ഈ അഴിമതിക്കായി. 6000 മീറ്റർ ഉയരത്തിൽ വേണമെന്നുള്ളത് 4500-ലേക്ക് അന്നത്തെ വ്യോമസേനാ മേധാവി തിരുത്തുന്നു. അതിന് പ്രേരക ശക്തിയാകുന്നത് അന്നത്തെ മന്ത്രിസഭയടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളുടെ പിൻബലം തന്നെയായിരുന്നു. ദശലക്ഷക്കണക്കിന് കോടികളുടെ ഈ അഴിമതി നടന്നതിൽ വ്യോമസേനാ ഉദ്യോഗസ്ഥർ കൂടി പങ്കെടുത്തു എന്നുള്ളതാണ് അങ്ങേയറ്റം പരിതാപകരമായ ഒരു കാര്യം. എങ്ങനെയാണ് ഭാരതത്തിന്റെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന, രാജ്യത്തെ പരമപ്രധാനമായ വ്യക്തികളെയും കൊണ്ട്, VVIPകളെയും കൊണ്ട് സഞ്ചരിക്കേണ്ടുന്ന ഹെലികോപ്റ്റർ വാങ്ങുന്നതിൽ ഈ രീതിയിലുള്ള ഒരു കെടുകാര്യസ്ഥതയിലേക്ക് ഒരു എയർഫോഴ്സ് ഉദ്യോഗസ്ഥനെ തന്നെ നയിക്കുന്ന രീതിയിലേക്കുള്ള രാഷ്ട്രീയ ഇടപെടൽ എന്ത് ധൈര്യത്തിലാണ് ഉണ്ടായിരിക്കുന്നത്? നോക്കൂ മാഡം, ഈ ഒരു വിഷയത്തിൽ നമ്മൾ കാണുന്നുള്ളത് പലപ്പോഴും ഇതിനു മുൻപും പല അഴിമതികളും നടന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെയൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് ഈ ഒരു ഓഗസ്റ്റ വെസ്റ്റ്ലാൻഡിന്റെ കേസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എയർഫോഴ്സിന് തന്നെ എയർ ചീഫ് മാർഷൽ, അതായത് അദ്ദേഹം എയർഫോഴ്സിന്റെ തലവനാണ്. അദ്ദേഹം ഇൻവോൾവ് ആയ ഒരു കേസ് എനിക്ക് തോന്നുന്നില്ല അതിന് മുൻപും പിന്നിലും എപ്പോഴെങ്കിലും അങ്ങനെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്. അത്രയും ഉന്നതമായിട്ടുള്ള ഒരു ലെവലിലുള്ള ഒരു ഉദ്യോഗസ്ഥരും ലെവലിലേക്ക് ഉള്ള ഒരു അഴിമതി നടന്നിട്ടുണ്ടായിട്ട് എനിക്കറിയത്തില്ല, നടന്നിട്ടില്ലെന്ന് തന്നെയാണ് അതിന്റെ ഒരു നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ പ്രത്യേകിച്ച് ഡിഫൻസിൽ ധാരാളം അഴിമതി നടക്കുന്ന ഒരു മേഖലയായിരുന്നു കുറെ വർഷങ്ങൾക്ക് മുൻപ്. കാരണം അതിനകത്ത് ധാരാളം പൈസ ഇടപാടുകൾ നടക്കുന്നുണ്ട്. ധാരാളം ബ്രോക്കേഴ്സ്, മിഡിൽമാൻ എന്നൊക്കെ പറയുന്ന ആളുകൾ ഇടപെട്ട്, നമുക്കറിയാം പണ്ട് തൊട്ടേ ഉള്ള ഒരു രീതിയാണത്. ആ രീതിയിൽ വെച്ചിട്ട് ഇടയ്ക്ക് ഇങ്ങനത്തെ അഴിമതികളൊക്കെ നടക്കുന്ന കാരണം പല പ്രശ്നങ്ങളും നമുക്ക് തന്നെ സൈന്യത്തിന് തന്നെ നമ്മുടെ അതായത് രാഷ്ട്ര സുരക്ഷയെ ബാധിക്കുന്ന രീതിയിലേക്ക് വരെ മാറിയിട്ടുണ്ട്. അതിന്റെ രണ്ടു മൂന്ന് കാരണം വെച്ചാൽ, ഒന്ന്, നമ്മൾ വിചാരിക്കുന്ന കാര്യമായിരിക്കത്തില്ല നമ്മൾ കിട്ടുന്നത്. അതുപോലെ തന്നെ ചിലപ്പം ആ ഒരു ഗണ്ണോ അല്ലെങ്കിൽ ഒരു എയർക്രാഫ്റ്റോ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അഴിമതി ഉണ്ടാവും എന്ന് പേടിച്ച് ആരും ഡിസിഷൻ എടുക്കാതെ അങ്ങനെ കുറെ നാള് അങ്ങനെ പോയി. അപ്പൊ ഈ അഴിമതി ഡിഫൻസിൽ വലിയ ഒരു രാഷ്ട്ര സുരക്ഷയെ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഓഗസ്റ്റ വെസ്റ്റ്ലാൻഡിന് ഇപ്പോഴും നമുക്ക് പുറത്ത് എല്ലാ ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് ഇതുവരെ ഓപ്പൺ ഡൊമൈനിൽ അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ തന്നെ രണ്ടു മൂന്ന് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇവിടെ ഒന്ന്, ഒരു അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളതിന് ഫസ്റ്റ് ഇറ്റലിയിലെ കോർട്ടാണ് ആദ്യമായിട്ട് ഇത് കണ്ടെത്തുകയും അവിടെ ആളുകളെ ശിക്ഷിക്കുകയും ചെയ്തപ്പോഴാണ് അതിന്റെ ഒരു ഗ്രാവിറ്റി എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ അത് ഫസ്റ്റ് ഇറ്റലിയുടെ കോർട്ട് തന്നെയാണ് അവരെ ശിക്ഷ കൊടുത്തത്. അപ്പം ഡെഫിനറ്റ്ലി അവിടെ ഒരു അഴിമതി നടന്നിട്ടുണ്ട്. രണ്ടാമതായിട്ട് 2013 മാർച്ച് 25 അന്നത്തെ ഡിഫൻസ് മിനിസ്റ്ററായ ശ്രീ AK ആന്റണി തന്നെ സമ്മതിച്ചിട്ടുണ്ട് ഈ ഒരു അഗസ്റ്റ വെസ്റ്റ്ലാൻഡിൽ അഴിമതി നടന്നിട്ടുണ്ട്, പൈസ ആളുകൾ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം ശ്രീ AK ആന്റണി തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഡിഫൻസ് മിനിസ്റ്ററായി ഇരിക്കുന്ന അദ്ദേഹം പറഞ്ഞു CBI ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പം ഡെഫിനറ്റ്ലി അവിടെ ഒരു അഴിമതി നടന്നിട്ടുള്ളതിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം അത്. പക്ഷെ അതിനകത്ത് വ്യോമസേനയുടെ ആളുകൾ മാത്രമാണോ, അത് അന്നത്തെ ഡിഫൻസ് സെക്രട്ടറിയെ പോലും CBI ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ട്. അതോ രാഷ്ട്രീയപരമായിട്ടുള്ള ആളുകളുടെ സ്വാധീനം മൂലമാണോ, എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ളതാണോ എന്നുള്ളതൊക്കെ ഈ വരുന്ന സമയത്തിന് മാത്രമേ നമുക്ക് പുറത്ത് ഇനിയുള്ള എവിഡൻസ് വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷെ
വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അഴിമതിയാണ് നടന്നിരിക്കുന്നത് എന്നതിനകത്ത് യാതൊരു സംശയമില്ല. അതിനകത്ത് 12 ഹെലികോപ്റ്ററിന്റെ മാത്രമല്ല, ഇത് വേ ഇറ്റ് വാസ് ഡൺ, അതായത് നേരത്തെ പറഞ്ഞ പോലെ 6000 മീറ്റർ എന്നുള്ളത് 4500 മീറ്റർ ആക്കുക, മറ്റ് ഓപ്പറേഷണൽ കാപ്പബിലിറ്റീസിൽ മാറ്റം വരുത്തുക, അതൊക്കെ അറ്റ് ദ ഹയസ്റ്റ് ലെവൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മറ്റു കാര്യങ്ങളിൽ പോലും രാഷ്ട്രസുരക്ഷയെ ബാധിക്കുന്ന രീതിയിലേക്കുള്ള ചോദ്യങ്ങൾ, അന്നത്തെ ആ ഒരു ഡിസിഷൻ ആരൊക്കെയാണ് എടുത്തതെന്നുള്ളത് എല്ലാം ഒന്ന് പരിശോധിക്കേണ്ട ആവശ്യം കൂടി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മുടെ ഭാരതത്തിനെ സംബന്ധിച്ചോളം ഒരു ലോസ്റ്റ് ഡെക്കേഡ് ആയിരുന്നു. ഒരു ഡിസിഷനും നമ്മൾ എടുക്കാതെ നമ്മുടെ ഓപ്പറേഷണൽ കാപ്പബിലിറ്റി വളരെയേറെ ബാക്കിലോട്ട് പോയ ഒരു സമയമായിരുന്നു. ബോർഡേഴ്സിൽ റോഡ് പോലും നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്തില്ലാത്ത കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചൈന ഇങ്ങോട്ട് വന്ന് നമ്മളെ അടിക്കും എന്നുള്ള ഒരു ഭയത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ചെയ്തില്ല. അങ്ങനെ പല പല കാര്യങ്ങളും കൊണ്ട് ഭാരതത്തിന്റെ സൈന്യത്തിന്റെ ഓപ്പറേഷൻ കാപ്പബിലിറ്റി ബാക്കിലോട്ട് ആയ ഒരു സമയത്ത് ഇതുപോലുള്ള അഴിമതിയും കൂടെ ഉണ്ട് എന്ന് നമ്മളിപ്പം ഇനി കൂടുതൽ തെളിവുകൾ വരുമ്പം തീർച്ചയായിട്ടും വളരെ ഗൗരവത്തോടെ തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. അത് പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ സൈന്യത്തിന്റെ ഏറ്റവും ഉന്നത, അതായത് എയർഫോഴ്സിന്റെ ഏറ്റവും ഉന്നത ലെവലിൽ നിൽക്കുന്ന ഓഫീസേഴ്സ്, ബ്യൂറോക്രസിയിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ട് ഏറ്റവും സ്വാധീനമുള്ള ആളുകൾ ഇതിനകത്ത് ഇൻവോൾവ് ആണെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വളരെ ഗൗരവമായിട്ട് കാണുന്ന കാര്യം തന്നെയാണ്. തീർച്ചയായും അതിന്റെ വ്യാപ്തി തന്നെയാണ് ഏറെ ഗൗരവതരം. ശ്രീ മോഹൻ വർഗീസ്, ഇവിടെ മെലോഡി എഫക്റ്റിനെ ലോകം ഇങ്ങനെ നോക്കിക്കണ്ടപ്പോൾ വളരെ വിദഗ്ധമായി തന്നെ നരേന്ദ്രമോദി ആ നയതന്ത്ര ബന്ധം വിനിയോഗിക്കുക ചെയ്തു എന്ന് വേണം ഇതിൽ കരുതാൻ. കാരണം ഏത് സ്വാധീനം ഉപയോഗിച്ചാണോ സോണിയാഗാന്ധി ഈ രേഖകൾ ക്ലാസിഫൈഡ് ഡോക്യുമെന്റ് എന്നുള്ള ലേബലിൽ സംരക്ഷിച്ചു വന്നത്, അത് പബ്ലിക് പൊതുജന മധ്യത്തിലേക്ക് എത്തിക്കാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ നേട്ടമെന്ന് കരുതേണ്ടത്. ഇത് രാഷ്ട്രീയമായി ഏതു രീതിയിലുള്ള കോളിളക്കങ്ങൾക്കായിരിക്കും വരും ദിവസങ്ങളിൽ ചർച്ചയാകുക? രോഹിണി, മെലോഡി ഇഫക്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു പ്രയോഗമാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും തമ്മിലുള്ള സവിശേഷമായ ബന്ധം സൂചിപ്പിക്കുന്ന പദമാണല്ലോ മെലോഡി. അവർ തമ്മിലുള്ള ഊഷ്മളമായ ബന്ധവും അവരുടെ സെൽഫിയും എല്ലാം പൊതുസമൂഹം ചർച്ച ചെയ്തു. ഇവിടെ വിഷയം, അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് വിഷയം, വളരെ പഴയ ഒരു വിഷയം വീണ്ടും ഒരു പബ്ലിക് സ്പേസിൽ ഡിബേറ്റിന് വരാനുള്ള കാരണം ഏതാണ്ട് 11 വർഷമായി ഈ ഫ്രീസറിലിരുന്ന ഒരു വിഷയം ഇപ്പോൾ പബ്ലിക് ഡിബേറ്റിലേക്ക് വരികയാണ്. ഇറ്റലിയുടെ മിലാൻ ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്ന ഒരു ജഡ്ജ്മെൻറ്റ്, അത് മിലാൻ ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻറ്റ് അന്തിമമായിരുന്നില്ല. ആ ജഡ്ജ്മെൻറ്റിലെ ഒരു 600 കോടി രൂപയോട് അനുബന്ധിച്ച ഒരു അഴിമതി ആരോപണം, 3600 കോടി രൂപയുടെ ഡീൽ, അത് 12 ഹെലികോപ്റ്ററുകൾ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് എന്ന കമ്പനിയിൽ നിന്നും ഭാരതത്തിൻ്റെ വ്യോമസേന ഇന്ത്യയുടെ VVIPകൾക്ക് വേണ്ടി വാങ്ങിയ അല്ലെങ്കിൽ വാങ്ങാമെന്ന ഉറപ്പിച്ച കരാർ, അത് ഇന്ത്യൻ പ്രസിഡന്റിനും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവിക്കും വൈസ് പ്രസിഡന്റിനും ഒക്കെ സഞ്ചരിക്കാനുള്ള എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള ഹെലികോപ്റ്റർ. ഈ ഹെലികോപ്റ്റർ വാങ്ങാനുള്ള ആലോചന തുടങ്ങുന്നത് 2006-ലാണ്. 2010 മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ 2010 രണ്ടാം UPA സർക്കാരിൻ്റെ കാലത്ത് ഏകദേശ ധാരണകളായി. ആ ധാരണയുടെ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ച വ്യക്തികളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് 2012-13 ഇറ്റലിയിൽ വിശദമായി സംസാരിക്കപ്പെട്ടതും 13 മിലാൻ ഹൈക്കോടതി, കോർട്ട് ഓഫ് അപ്പീൽ എന്നാണ് പറയുക, മിലാൻ കോർട്ട് ഓഫ് അപ്പീലിൽ ഒരു വിധിന്യായം ഉണ്ടാവുകയും ചെയ്യുകയാണ്. ഏതാണ്ട് 225 പേജുള്ള ആ വിധിന്യായത്തിൽ 2 പേജുകളിൽ 193-ാമത്തെ പേജിലും 204-ാമത്തെ പേജിലും 2 പേരുകൾ വരുന്നു. അതിലൊന്ന് കോൺഗ്രസ് പാർട്ടിയുടെ സമുന്നത നേതാവായ സോണിയാഗാന്ധിയുടെ പേരാണ്. 2 ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന മൻമോഹൻ സിംഗിൻ്റെ പേരാണ്. ഈ പേരുകൾ അവിടെ വരുന്നത് ബെനിഫിഷ്യറീസ് എന്ന രൂപത്തിലാണ്. ഈ പേരുകൾ വരാനുള്ള കാരണം ഇടനിലക്കാർ കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് ഈ പേരുകൾ വരുന്നു. അതുപോലെ അഹമ്മദ് പട്ടേലിൻ്റെ പേര് ഇവിടെ വരുന്നു. 164-ാമത്തെ പേജിലും 163-ാമത്തെ പേജിലും സോണിയാഗാന്ധിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന അഹമ്മദ് പട്ടേലിൻ്റെ പേര് വരുന്നു. അതുപോലെ ഇന്ത്യയുടെ ഈ ഡിപ്ലോമാറ്റ്സിൻ്റെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ്റെ തലപ്പത്തുള്ള ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ അവിടെ വരുന്നു. അപ്പോൾ അവർ ഇതിനകത്ത് 600 കോടി രൂപയാണ്, 3600 കോടി രൂപയുടെ മൊത്തം ഡീലിൽ 600 കോടി രൂപ കിക്ക് ബാക്കായി ഇന്ത്യയുടെ പോളിറ്റീഷ്യൻസിന് ഇടനിലക്കാർ വഴി കൈമാറി. ഇതാണ് പ്രധാനപ്പെട്ട കേസ്. അതിൽ 4 പേര്
ഇറ്റലിയിലെ ഉള്ള 2 പേര്, അതുപോലെ ഒരു ബ്രിട്ടീഷ് പൗരൻ, മറ്റൊരാൾ, ഇങ്ങനെ 4 പേര്. അത് ഈ പറയുന്ന ഫിൻമെക്കാനിക്ക എന്ന മാതൃ കമ്പനി, അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ബ്രിട്ടീഷ് ബേസ്ഡ് കമ്പനിയാണ്. അതിൻ്റെ മാതൃ കമ്പനി ഇറ്റാലിയൻ ഡിഫൻസ് മാനുഫാക്ചറിങ് കമ്പനിയാണ്. അത് ഫിൻമെക്കാനിക്ക കമ്പനിയുടെ MD-യും അതുപോലെ തന്നെ അഗസ്റ്റ വെസ്റ്റ്ലാൻഡിൻ്റെ CEO-യും ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യപ്പെടുകയും അവരെ 2 വർഷത്തേക്ക് കുറ്റക്കാരായി വിധിക്കുകയും ഒക്കെ ചെയ്ത ആ ഒരു കേസ്. പക്ഷേ ഇവിടെ എനിക്കൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. ആ കേസ് ഇപ്പോൾ മെലോണി മോദിയുമായുള്ള സൗഹൃദത്തിൻ്റെ പുറത്തായിരിക്കണം ഇപ്പോൾ അതിൻ്റെ രേഖകൾ ഒരു പ്രൈവറ്റ് സ്പേസിൽ നിന്നും അല്ലെങ്കിൽ ക്ലാസിഫൈഡ് ഡോക്യുമെൻറ്റിൽ നിന്നും ഡീക്ലാസിഫൈ ചെയ്തുകൊണ്ട് അത് പബ്ലിക് ഡോക്യുമെൻ്റ് ആക്കുകയും നരേന്ദ്രമോദിക്ക് അത് കൈമാറുകയും ചെയ്യുന്നൊരു കേസാണ്. ഇവിടെ നമ്മുടെ ഭാഗത്തുള്ള ഒരു ആരോപണം, പൊതുവേ ഉള്ള ഒരു ആരോപണമാണ്, സോണിയാഗാന്ധി തൻ്റെ വ്യക്തിപരമായ സ്വാധീനം ഉപയോഗിച്ച് ഇറ്റലിയിൽ ജനിച്ചു വളർന്ന ഒരാൾ എന്ന നിലയിൽ ഇറ്റാലിയൻ രാഷ്ട്രീയ നേതൃത്വവുമായുള്ള ബന്ധം ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ പേര് മറച്ചു വയ്ക്കാനായി 2013 തന്നെ ഇടപെടലുകൾ നടത്തി. പക്ഷേ ഇവിടെ 2016 മറ്റൊരു കേസിൽ അതിൻ്റെ ഇതിൻ്റെ ഒരു ഹയർ കോർട്ട് ഉണ്ടാകും. ഇറ്റലിയുടെ സുപ്രീം കോടതിന് സമാനമായ കോടതിയിലെ ഇത് അപ്പീൽ വരികയും അവിടെ താഴെ കോടതിയിലെ വിധി പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പീൽ വരികയും അത് താഴെ കോടതിക്ക് തന്നെ മറ്റൊരു ഹൈക്കോടതിക്ക് അത് റെഫർ ചെയ്യുകയും ആ ഹൈക്കോടതി ഇവരെ കുറ്റവിമുക്തരായി വിടുകയും ചെയ്തു. അപ്പം 2018 യഥാർത്ഥത്തിൽ ആ കേസ് അവിടെ ക്ലോസ് ചെയ്തു എന്നാണ്. വേണ്ട തെളിവുകൾ അവിടെ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്ന കാരണത്താൽ 2018 ആ കേസ് അവിടെ ക്ലോസ് ചെയ്തു. പക്ഷേ ആരോപണ വിധേയരായ ആളുകളുടെ ഇൻവോൾവ്മെന്റ് ഒരു പ്രത്യേക കടലാസിൽ ഇതിനകത്ത് എക്സിബിറ്റിന്റെ രൂപത്തിൽ 2013 കേസിൽ 2016 എടുക്കുന്നുണ്ട്. ആ കേസിൽ ഈ ഒരു സ്പെഷ്യൽ ഒരു പീസ് ഓഫ് പേപ്പർ എന്ന രൂപത്തിൽ കോഡ് ഭാഷ, ഇത് നമ്മൾ എന്താണ് ഒരു കോഴ ഡയറി എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ ഒരു സംവിധാനം വെച്ചുകൊണ്ട് ഈ പേരുകളെല്ലാം അവർക്ക് എത്ര തുകയാണ് കൊടുത്തത് എന്ന് വ്യക്തമായി പറയുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ക്രിസ്ത്യൻ മൈക്കിൾ എന്ന് പറയുന്ന ബ്രിട്ടീഷ് പൗരനെ, അദ്ദേഹം UAE-യിലായിരുന്നു, ദുബായിലായിരുന്നു, ദുബായിൽ നിന്നും ക്രിസ്ത്യൻ മൈക്കിളിനെ എക്സ്ട്രഡിഷൻ ട്രീറ്റ് ഉപയോഗിച്ചുകൊണ്ട് 2018 ഇന്ത്യയിൽ കൊണ്ടുവരികയും വിചാരണ ചെയ്ത് 5 വർഷം തടവിലാക്കുകയും ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ സമാന്തരമായി ഇന്ത്യൻ നിയമവ്യവസ്ഥയും ഇതിനകത്ത് ഇൻവോൾവ് ആണ്. ഇവിടെ ഇന്ത്യൻ പൗരന്മാർക്ക് നിയമവിധേയമായ രീതിയിൽ ബാങ്കിലൂടെ പണം ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. അത് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് പണം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് വ്യാജ കമ്പനികളുടെ പേരിൽ വിദേശത്ത്, ഒരുപക്ഷെ അത് മൗറീഷ്യസിലാകാം, സെയ്ഷൽസിലാകാം, അല്ലെങ്കിൽ ബർമ്യൂഡയിലാകാം, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ ഇത് വന്നിട്ടുണ്ടോ എന്ന അന്വേഷണമാണ് ഒരുപക്ഷെ CBI-യും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഒക്കെ വരുന്നത്. അപ്പം ഇവിടെ ഇതിനൊരു അന്താരാഷ്ട്ര മാനം വരികയാണ്. ഈ കേസിന് ഒരു അന്താരാഷ്ട്ര മാനം വരികയാണ്. വേണമെങ്കിൽ പറയാം 2018 ഇറ്റലിയിലെ സുപ്രീം കോടതി ക്ലോസ് ചെയ്തൊരു കേസ് ഇനി ആവശ്യത്തിന് തെളിവില്ല എന്നതുകൊണ്ട് ഇനി നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പൊതുവെയും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒന്നും തന്നെ ഈ വിഷയം ഇന്ന് കാര്യമായി പരിഗണിച്ച് കണ്ടില്ല. ഒരുപക്ഷെ ജനം TV അത് കാര്യമായി പരിഗണിക്കുന്നതിന് അടിസ്ഥാനം ഇതിൻ്റെ ഉള്ളിൽ ഒരു കഥാതന്തു ഉണ്ട് എങ്കിൽ അത് പുറത്തു കൊണ്ടുവരേണ്ട ഒരു ആവശ്യമുണ്ട്. തീർച്ചയായും അത് ഇന്ത്യയിലെ ഒരു ഉന്നത രാഷ്ട്രീയ ഫാമിലി എന്ന് വ്യക്തമായി പറയുകയും അതിൻ്റെ പേരെടുത്ത് സോണിയാഗാന്ധി എന്ന് പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ ആളുകളുടെ ഇൻവോൾവ്മെന്റ്, അവരെ സ്വയം കുറ്റവിമുക്തി നേടാനുള്ള, അഗ്നിശുദ്ധി വരുത്താനുള്ള അവസരം കൂടിയാണ്. കാരണം ഇവിടെ പാർലമെന്റ് സമ്മേളനം, ഇതിനൊരു രാഷ്ട്രീയ മാനമുണ്ട്. പാർലമെന്റ് സമ്മേളനം ഈ വരുന്ന 24-ാം തീയതി, ജൂൺ മാസം 24-ാം തീയതി തുടങ്ങുന്ന 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഒരുപക്ഷെ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ള, വളരെ നാടകീയമായി ഈ വിഷയം ഭരണപക്ഷത്തെ ആരെങ്കിലും കൊണ്ടുവരികയും അതേ ചുറ്റിപ്പറ്റി കാര്യമായ ചർച്ചകൾ ഉണ്ടാവുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപക്ഷെ മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ ഒരിക്കൽ കൂടി ഇത് എടുക്കേണ്ടി വന്നേക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഏറെ മാനങ്ങളുള്ള രോഹിണി, ഏറെ മാനങ്ങളുള്ള ഒരു കേസിൻ്റെ ഒരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് മാത്രമാണ് ഇപ്പോൾ. അതെങ്ങനെയാണ് ഉരുത്തിരിഞ്ഞ് വരുന്നതെന്ന് പറയുന്നത് ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. ഇതെങ്ങനെയൊക്കെയാണ്, എന്തെല്ലാം രാഷ്ട്രീയ മാനങ്ങളുണ്ടാകും, എന്തെല്ലാം നയതന്ത്ര മാനങ്ങളുണ്ടാകും, ഇന്ത്യ ഇറ്റലി ബന്ധം എങ്ങനെയാണ്, ഇത് എന്ത് തരം ഡോക്യുമെന്റ് ആണ് ശ്രീ നരേന്ദ്രമോദിക്ക് മെലോണി കൈമാറിയത്, ഇതെല്ലാം കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കേണ്ട കാര്യവുമാണ്. അതെ, ശ്രീ KVS ഹരിദാസ്, ആ രീതിയിലാണോ നമുക്കിതിനെ കാണേണ്ടത്? അതായത് ഇന്ന് ജനം TV ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ കോൺഗ്രസ് പ്രതിനിധികൾ പ്രതിരോധിച്ച മാർഗവും അതുതന്നെയായിരുന്നു. മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും തന്നെ ഇത് ചർച്ചയ്ക്കെടുക്കുന്നില്ല, ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ജനം TVയോട് പ്രതികരിക്കാനൊന്നുമില്ല എന്നുള്ളത്. പക്ഷേ ഈ പ്രതിരോധം എത്ര നാൾ തുടരുമെന്നുള്ളതാണ്. കാരണം അഴിമതി എന്നുള്ളത് ഇവിടെ വ്യക്തമാണ്. അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ആ രേഖകളിൽ പറയുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഭാരതത്തിൽ ചർച്ച ചെയ്യേ മതിയാകുകയുള്ളൂ. അതുകൊണ്ട്
താൽക്കാലികമായി പ്രതിരോധിക്കാം എന്നുള്ളതിൽ കവിഞ്ഞ് രാഷ്ട്രീയമായി ഇതിന് ഒരു വിശദീകരണം കോൺഗ്രസിന് നൽകിയേ മതിയാവുകയുള്ളൂ. കാരണം അന്നത്തെ പ്രമുഖ കോൺഗ്രസ് കുടുംബത്തെ പറ്റി പറയുന്നുണ്ട്, അന്നത്തെ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറയുന്നുണ്ട്, പൊളിറ്റിക്കൽ സെക്രട്ടറിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതിൽ ഇടനിലക്കാരായവരുടെയൊക്കെ പേരുകൾ കൃത്യമായി തന്നെ ആ ബ്രിട്ടീഷ് പൗരൻ ഒരു മാസപ്പടി കുറിപ്പ് എഴുതിയതുപോലെ തന്നെ അതിൽ പേര് സഹിതം എഴുതിയിട്ടുണ്ടെന്ന് മാത്രമല്ല അഗസ്റ്റ വെസ്റ്റ്ലാൻഡിന്റെ CEO തന്നെ ഈ പ്രമുഖ രാഷ്ട്രീയ കുടുംബത്തിന് അഴിമതിയിൽ പങ്കുണ്ട്, തങ്ങൾ ഇത്തരം കൈമാറ്റം അല്ലെങ്കിൽ കൈക്കൂലി നൽകിയിട്ടുണ്ട് എന്ന് കോടതിയിൽ പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് വരും നാളുകളിൽ ഇത് ഏതു രീതിയിൽ തന്നെ ആയിരിക്കും വരിക. നമുക്കിപ്പോൾ തൽക്കാലം ഇത് കോൺഗ്രസ് ഇങ്ങനെ പ്രതിരോധിച്ച് നിൽക്കുമെങ്കിൽ പോലും ഇത് വരും വർഷങ്ങളിലേക്ക് അല്ലെങ്കിൽ വരും നാളുകളിലേക്ക് ഏതു രീതിയിലായിരിക്കും കോൺഗ്രസിനെ പ്രഹരിക്കുക? അല്ല, കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് ചർച്ചയ്ക്കെടുക്കാത്തതിൽ അതിശയമില്ല. നമ്മളിവിടുത്തെ മാധ്യമങ്ങളുടെ രാഷ്ട്രീയ സ്വഭാവം കണ്ടിട്ടുണ്ടല്ലോ. കഴിഞ്ഞ പൊതുതിരഞ്ഞെടുപ്പ് കാലത്ത് ഏതെല്ലാം വിധത്തിലാണ് അവർ പ്രതികരിച്ചിരുന്നത്, ഓരോ വിഷയങ്ങളും തെരഞ്ഞെടുത്തിരുന്നത്. BJPയോ നരേന്ദ്രമോദിയോ ജയിച്ചുകൂടാ എന്നത് മാത്രമല്ല, രാഷ്ട്രീയമായിട്ട് മറ്റ് ചില രാഷ്ട്രീയ പാർട്ടികളുടെ മുഖപത്രം പോലെ അവരുടെ ചാനലുകൾ പോലെ പ്രവർത്തിക്കുകയായിരുന്നു പലരും. അതിന് കാരണങ്ങൾ പലതും ഉണ്ടാകാം. കാരണം കഴിഞ്ഞ തവണ നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചവരുടെ കൂട്ടത്തിൽ ചില ആഗോള ശക്തികൾ ഉണ്ടായിരുന്നു എന്നതൊക്കെ ഒരു വസ്തുത തന്നെയാണ്. അപ്പം അതുകൊണ്ട് അവര് ഈ പർട്ടിക്കുലർ കോൺഗ്രസിന്റെ തലപ്പത്തുള്ള കുടുംബത്തിനെതിരെ നാവനക്കാനുള്ള ഗഡ്സ് ഇല്ലാത്തവരാണ്. സത്യം കണ്ടാൽ സത്യമാണെന്ന് പറയാനുള്ള ആർത്തം കാണിക്കാത്തവരാണ്. അത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ ചാനലുകളെ കുറിച്ച് തൽക്കാലം അത്രേ പറയേണ്ടതുള്ളൂ, അത്രേ കരുതേണ്ടതുള്ളൂ. നാളെ അവർക്ക് അത് ഏറ്റെടുക്കേണ്ടി വരും. അത് എങ്ങനെ അവർ പ്രതികരിക്കും അതിനോട് എന്നത് കാത്തിരുന്ന് കാണാം. പക്ഷെ ഇവിടുത്തെ പ്രശ്നം, ഇറ്റാലിയൻ കോടതിയുടെ മുമ്പിൽ ആ ജഡ്ജ്മെന്റിൽ ഒരു പരാമർശമുണ്ട്. സോണിയാഗാന്ധിയോ അഹമ്മദ് പട്ടേലിൻ്റെയും പേര് പറഞ്ഞിട്ട് they are the driving force behind this deal എന്നാണ്. they are the driving force behind this deal എന്നാണ് പറയുന്നത്. അപ്പോൾ ആ രണ്ട് മൂന്ന് വാക്കുകൾ മതി ഈ തട്ടിപ്പിൽ ആ കുടുംബത്തിനും അതിനോട് ചേർന്ന് നിന്ന് അഹമ്മദ് പട്ടേലിനെ പോലെ ഉള്ളവർക്കുമുള്ള റോള് വ്യക്തമാകാനായിട്ട്. ഞാനൊക്കെ മനസ്സിലാക്കുന്നത്, അവിടുത്തെ മിലാൻ കോടതി ആദ്യം ഈ കേസിൽ ശിക്ഷിച്ചത് രേഖകളുടെ പശ്ചാത്തലത്തിലാണ്, തെളിവുകളുടെ പശ്ചാത്തലത്തിലാണ്. അത് അനക്സറായിട്ട് ആ ജഡ്ജ്മെന്റിന്റെ ഒപ്പം ഉണ്ടായിരുന്നു എന്നാ പറയുന്നേ. ആ അനക്സറാണ്, ആ പർട്ടിക്കുലർ ഡോക്യുമെന്റ്സ് ആണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളതെങ്കിൽ ഇന്ത്യയിൽ 2010 മൻമോഹൻ സിംഗിന്റെ കാലത്ത് രജിസ്റ്റർ ചെയ്ത കേസ് നിലവിലുണ്ട്. അതിൽ ഇത് വളരെയേറെ സഹായകരമാകും. ഈ പറയുന്ന ഇന്ത്യയിലെ FAM എന്നാണ് അതിൽ പറയുന്നത്. ആ ബന്ധത്തിലുള്ള ആൾക്കാരുടെ ഭാവി എന്താകുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇറ്റലിയിൽ അന്ന് സോണിയാഗാന്ധി വിചാരിച്ചാൽ, മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് വിചാരിച്ചാൽ ഒരുപക്ഷെ പലതും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടാണല്ലോ സാധാരണ നിലയിലില്ലാത്ത, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഒരു ജഡ്ജ്മെന്റിനെ ഫ്രീസ് ചെയ്യാൻ കഴിഞ്ഞത്. ഇവിടെ വേറെയും ചില പ്രശ്നങ്ങളുണ്ട്, അത് നമ്മൾ ചർച്ച ചെയ്യണം. മലയാളിയായ AK ആന്റണി ആയിരുന്നു അന്ന് പ്രതിരോധ മന്ത്രി. ശ്രീ ഡിനി സൂചിപ്പിച്ചല്ലോ, ആന്റണിയുടെ കാലഘട്ടത്തിൽ സാധാരണ തമാശയ്ക്ക് ചില അന്നത്തെ സൈനിക ഉദ്യോഗസ്ഥന്മാർ പറയാറുള്ളത് മൊട്ടുസൂചി പോലും മേടിച്ചിരുന്നില്ലെന്നാണ്. അതായിരുന്നു അവസ്ഥ. അതിർത്തിയിലെ റോഡുകളുടെ നിർമ്മാണം, അതുപോലുള്ള സൈനികർക്കുള്ള ടെന്റുകളുടെ നിർമ്മാണം, അതൊക്കെ നിർത്തിവെച്ചു പണമില്ലെന്ന് പറഞ്ഞിട്ട്. ആ ആന്റണിയുടെ കാലത്താണ് ഇത്രയും വലിയ ഒരു ഹ്യൂജ് ഡിഫൻസ് ഡീൽ നടന്നത്. അതിന് ഉത്തരവിട്ടതും അതിൽ കരാറിൽ ഒപ്പുവിട്ടതും ആന്റണിയുടെ സാന്നിധ്യത്തിലാണ്, അദ്ദേഹത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ടാണ്.
അഴിമതിയിൽ കുളിച്ചിട്ടില്ല എന്നൊക്കെ നമ്മളൊക്കെ വിചാരിക്കുന്ന ഒരാള് അവസാനം നേരത്തെ പറഞ്ഞു, ഡിനിയാണ് തോന്നുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന് തുറന്നു പറയുകയും ചെയ്തു. അഴിമതി നടന്നിട്ടുണ്ടെന്ന് 2013 പറഞ്ഞ ആന്റണി 2014 തെരഞ്ഞെടുപ്പ് വരുന്നത് വരെ, ലോക്സഭ നരേന്ദ്രമോദി ജയിച്ച 2014 തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ തുടങ്ങുന്നത് വരെ ഇത് റദ്ദാക്കാതെ പിടിച്ചു നിന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അതെ, അതിനൊക്കെ മറുപടി പറയേണ്ടി വരും എ കെ ആന്റണി ഉൾപ്പെടെയുള്ളവരും. അതുകൊണ്ട് ഇത് അവിടെ അവസാനിക്കാൻ പോകുന്നില്ല. ഇവിടെ നമ്മൾ പുണ്യവാളന്മാരായിട്ട് പലരെയും കണ്ടിട്ടുണ്ട്. എം കെ നാരായണനെ പോലുള്ള സുരക്ഷാ ഉപദേഷ്ടാവ്, പ്രധാനമന്ത്രി പോലും ഇതിൽ പ്രതിക്കൂട്ടിലാകാൻ പോകുന്നു എന്ന് വേണം വിചാരിക്കാൻ. സോണിയാഗാന്ധിയുടെയും കുടുംബത്തിന് ഇതിനു മുമ്പും അഴിമതികളിൽ ഒരുപാട് പങ്കുകൾ ഉണ്ടായിട്ടുണ്ട് പല കേസുകളിലും. റഫാൽ ഡീലിന്റെ നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിന് ശേഷം റഫാൽ ഡീലിനെ കുറിച്ചുള്ള അന്വേഷണം നടക്കുമ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിലെ ഫയലുകൾ കണ്ടെത്തിയത് റോബർട്ട് വാദ്രയുടെ സുഹൃത്തിന്റെ ഓഫീസിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം അപകടകരമായിരുന്നു UPA കാലത്തെ പ്രതിരോധ മന്ത്രാലയം എന്നല്ലേ സൂചിപ്പിക്കേണ്ടത്. തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് എത്താം.